ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാരറ്റും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കേക്കിൻ്റെ രൂപത്തിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ ക്യാരറ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള 2 ക്യാരറ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വേവിക്കാതെ പച്ചക്കന്നെയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. ഇതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ക്യാരറ്റിൻ്റെ പീസൊന്നും കിടക്കുന്നില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ പീസൊക്കെ നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദ കൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട് ഇത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് മുന്നേ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. സാധാരണ നമ്മൾ കേക്കിന് തയ്യാറാക്കുന്ന ആ ഒരു പരുവം വേണം കേട്ടോ ഇതും ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൈദ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടൂല. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വെനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ മുട്ടൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ മാറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ വെനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഏലക്കയാണ് കയ്യിലെങ്കിൽ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. 1-2 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം വെനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റോളം മിക്സ് ചെയ്യണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ഓയിൽ ഈ ഒരു ബാറ്ററിൽ നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ എന്തായാലും ഒരു 2 മിനിറ്റ് സമയം നമ്മൾ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോഴേ നല്ലപോലെ യോജിച്ച് വരുള്ളൂ. അപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുത്തതാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ്. അപ്പോൾ ഇതുപോലത്തെ പാത്രം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ വശത്തും ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി അതല്ല വാഴയില വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മൈദയൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ കേക്ക് റെഡിയാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇത് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയം വെക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം കേക്കിൻ്റെ പോലെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ കത്തി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് പിടിപ്പിച്ചെടുക്കുക. അത്യാവശ്യം നല്ലപോലെ തണുത്താൽ മാത്രം കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ അവിടെ സൈഡൊക്കെ നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ അടിവശമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്കിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ തണുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് വശം ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളിത് ക്യാരറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കണമെന്ന് ഒട്ടും തിരിച്ചറിയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റും തേങ്ങയും മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലത്തെ പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അവർക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ്. പിന്നെ ഇതിൽ നമ്മൾ വളരെ കുറഞ്ഞ ചേരുവ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് കട്ട് ചെയ്യണ പോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.